നമസ്കാരം. ഇന്ന് ഞാൻ ഒരു മീൻകറിയും മീൻ ഫ്രൈയും മാത്രം കൂട്ടി ചോറുണ്ണാമെന്ന് കരുതിയേ. പെട്ടെന്ന് ഓർത്തു എല്ലാം പച്ചക്കറിയെല്ലാം വേസ്റ്റായി പോകണ്ടല്ലോ എന്നോർത്ത് പെട്ടെന്ന് ഒരു 20 മിനിറ്റ് കൊണ്ട് എല്ലാം ഏകദേശം റെഡിയാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ പാവക്ക വറവ്. അത് റെഡിയായി സ്റ്റൗ ഓഫ് ചെയ്തു. ഇത് ഓലൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് തിളക്കണം. കുമ്പളങ്ങ, വള്ളിപ്പയർ, നേന്ത്രക്കായ, ചെറിയൊരോലൻ, അത്രയേ ഉള്ളൂ. നമ്മുടെ കിളിമീനാണ്, കുറുകിയ ചാറോട് കൂടിയുള്ള കിളിമീനാണ്. തിളച്ച് കഴിഞ്ഞാൽ 3 മിനിറ്റേ വേണ്ടു കിളിമീൻ റെഡിയാകാൻ. നമ്മുടെ കിളിമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. വലനും റെഡിയായി. നമുക്കിനി വെളിച്ചെണ്ണ വെച്ച് കൊടുത്താൽ മതി. ഇതിന് രണ്ടിനും വെളിച്ചെണ്ണ വെച്ച് കൊടുക്കലാണ്. കുറച്ച് മതി വെളിച്ചെണ്ണ. വളരെ കുറച്ച് വെളിച്ചെണ്ണ മതിയോ. നമുക്ക് വെളിച്ചെണ്ണ ഉള്ള ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പതുക്കെ വെളിച്ചെണ്ണയുള്ള ഭാഗത്തേക്ക് മാറ്റി ഇട്ട് കൊടുക്കുക. എല്ലാം തന്നെ പെട്ടെന്ന് റെഡിയായി. നമുക്ക് തന്നെ അധികം കരിയാതെ വേവാകുമ്പോൾ തിരിച്ചെടുക്കാം. ഇത്രയായാൽ മതി, കരിയല്ല. ഞാൻ മസാലയെല്ലാം തേച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കണം. എന്നാലേ ഉള്ളിലെല്ലാം നന്നായിട്ട് ഉപ്പേരിയെല്ലാം പിടിക്കണം. സ്റ്റൗ ഓഫ് ചെയ്യലായി. എല്ലാം തന്നെ പെട്ടെന്ന് റെഡിയാക്കി. വളരെ എളുപ്പത്തിൽ 2-3 തരം കറിയും ചോറും ഉണ്ടാക്കി. ഞാൻ മത്സ്യം ഫ്രൈ ചെയ്ത പാത്രത്തിൽ കണ്ട വെളിച്ചെണ്ണൻ്റെ അംശം കാണാനില്ല. ഇത്രയും മാത്രം വെളിച്ചെണ്ണ മതി. നമ്മുടെ ചോറും കറികളെല്ലാം റെഡിയായി. വിളമ്പ കണ്ണിമാങ്ങ അച്ചാറ്. സപ്ലൈക്കോല അരിൻ്റെ ചോറാണ്, നല്ല അരിയാണ്. ഓലൻ നല്ല പച്ച വെളിച്ചെണ്ണേൻ്റെ മണം വരുന്നുണ്ട്. ഓലനെല്ലാം വളർന്നു വയ്ക്കുക. നല്ല അവിയൽ. പിന്നെ നമ്മുടെ മീൻ മുളകിട്ടത്. എത്ര പെട്ടെന്നാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയെന്നറിയാം. ആദ്യം മടിച്ചിരുന്നു ഞാൻ. എല്ലാവർക്കും വിചാരിച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ വീട്ടിൽ തന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പരമാവധി ശ്രമിക്കുക. അതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണം. പിന്നെ കൂടുതൽ നല്ല വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതാണ്.